ED കേസിന്റെ മറവിൽ നടന്ന തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തെ വിജിലൻസ് ഒരുങ്ങുന്നു. EDയോട് വിജിലൻസ് വിവരങ്ങൾ തേടും. ED കേസിന്റെ വിവരങ്ങൾ പ്രതികൾക്ക് ലഭിച്ചത് എങ്ങനെ എന്നതിൽ അന്വേഷണം നടക്കുകയും ചെയ്യും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, പറയൂ. ED കേസ് ഒഴിവാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട രണ്ടുപേരെ കഴിഞ്ഞ ദിവസം വിജിലൻസ് പിടികൂടിയിരുന്നു. ഒരു തമ്മന സ്വദേശി വിൽസൺ, മറ്റൊരു രാജസ്ഥാൻ സ്വദേശിയുമാണ് പിടികൂടിയത്. കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിൽ വിറ്റുവരവ് കൂടുതലാണെന്നും കൃത്രിമരേഖകൾ സൂചിപ്പിച്ച് കൃത്രിമരേഖകൾ തയ്യാറാക്കിയ പേരിൽ 2024 ED നോട്ടീസ് അയച്ചത്. അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് ED ഈ വ്യവസായിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ കേസെടുക്കുമെന്നായിരുന്നു അറിയിച്ചത്. ഇതിനുശേഷമാണ് പിന്നീട് ഒരു ഏജന്റ് ഇവരെ വിളിച്ച് ഈ കേസ് ഒഴിവാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പ്രധാനപ്പെട്ട കാര്യം ഈ താനുമായുള്ള EDയുടെ ബന്ധം തെളിയിക്കുന്നതിനായി EDയുടെ ഭാഗത്തും വീണ്ടും സമൻസ് അയക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഈ മാസം 14-ന് ഈ സമൻസ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് നേരിട്ട് കണ്ട ഈ സംഘം വ്യവസായവുമായി നേരിട്ട് കണ്ട ശേഷം കൈക്കൂലി ആവശ്യപ്പെട്ടു. ഏതാണ്ട് 50 ലക്ഷം രൂപ 4 തവണകളായി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. 2 ലക്ഷം രൂപ നേരിട്ട് പണമായി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഈ വ്യവസായി വിജിലൻസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2 പേരെ വിജിലൻസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത്. എന്തായാലും ഈ ഒരു കേസിൽ EDയുടെ കേസിന്റെ വിവരങ്ങൾ എങ്ങനെ ഈ ഏജന്റുമാർ അറിഞ്ഞു എന്ന കാര്യമാണ് പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് EDയോട് വിവരങ്ങൾ എന്തായാലും തേടിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് വിജിലൻസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത്രയും ഗൗരവമായ ഒരു കേസിന്റെ വിശദാംശങ്ങൾ EDയുടെ ഭാഗത്തും ചോർന്നോ അല്ലെങ്കിൽ ഈ സംഘം എങ്ങനെ ഈ EDയുടെ കേസിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞു എന്ന കാര്യത്തിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. എന്തായാലും 2 കോടി രൂപയാണ് ED കേസ് ഒഴിവാക്കാൻ കൈക്കൂലിയായിട്ട് ഈ സംഘം ഈ വ്യവസായിയോട് ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് 2 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. SKN.